രണ്ടാളും കൂടി ലോഡിന് പോവായിരിക്കില്ലേ? എന്തായി ഞാൻ പറഞ്ഞ കാര്യം അന്വേഷിച്ചാ? എന്തപ്പോ ഇത്ര അന്വേഷിക്കാനുള്ളത്? നീ പൈസ ആയിട്ട് വാ, നമുക്ക് പോവാലോ അല്ലേ? എന്ത് വാങ്ങാനാണ്? ഇവനിക്കൊരു ലോറി വേണം അത്രേ. എന്താ ഇപ്പൊ ഉള്ള വണ്ടിക്ക് എനിക്ക് ഓട്ടോ ഇല്ലേ? എനിക്ക് സർവത്ത് എടുത്തോളി. ഓട്ടോ ഒക്കെ കുറവാണ്, ആഴ്ചയിൽ 1-2 ഓട്ടം കിട്ടും. ഇതുകൊണ്ട് എന്ത് നടക്കണ്? അതാണ് പിന്നെ ഒരു ലോറി എടുക്കാന്ന് വെച്ചത്. അതാകുമ്പോൾ ഡ്രൈവറിനെ സെറ്റാക്കി വിട്ടാ അവൻ ഓടുമല്ലോ. നിന്നെ ആരെങ്കിലും എന്തെങ്കിലും ഓട്ടം തരാന്ന് പറഞ്ഞു വല്ലതും പറഞ്ഞ് മോഹിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ മോഹിപ്പിച്ചതല്ല, പൈനാപ്പിളിന്റെ ലോഡ് പൂനെക്ക് റെഡിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കും തോന്നി ഇവന്റെ പ്ലാനിങ്ങിന്റെ പിന്നിൽ ആരോ ഉണ്ട്. ട്രിപ്പ് റെഡിയാക്കി തരാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, അതിന്റെ വരവ് ചെലവിനെ കുറിച്ചൊന്നും പറഞ്ഞു തന്നില്ലേ? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. സ്ഥിരമായിട്ട് ഒരു ലോഡ് റെഡിയാക്കി തരാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഷൗക്കത്തെ, ആദ്യം വരവിനെയും ചെലവിനെയൊക്കെ കുറിച്ച് പഠിക്ക്, എന്നിട്ട് വണ്ടി എടുക്കാൻ നോക്ക്. അല്ലാണ്ട് വണ്ടി എടുത്ത ശേഷം പഠിക്കാൻ നിൽക്കണ്ട. അതെ, ആരാന്റെ പറമ്പിലെ പൈനാപ്പിള് ആരോ എവിടെയോ കിടക്കണ കച്ചവടക്കാർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് സാധനം വണ്ടിയിൽ കയറ്റിട്ട് പോണ കാഴ്ചയല്ലേ നീ കണ്ടിട്ടുള്ളൂ? എന്നാ കേട്ടോ, വാടക ചിലപ്പോ ഒരു 50,000 രൂപയൊക്കെ ഉണ്ടാവും. അതിൽ ചെലവ് എത്ര വരും എന്നറിയോ? ലോഡ് കയറ്റിയ ആളുകൾക്ക് കെട്ട് പൈസ കൊടുക്കണം, ലോഡ് ഇറക്കണ അവിടെ ചായ പൈസ കൊടുക്കണം. ചായ എന്ന് കേൾക്കുമ്പോൾ നീ വിചാരിക്കും വല്ല 10-200 കൊടുത്താൽ മതിയായിരിക്കുന്നു. 3000 രൂപ മുതൽ 4000 രൂപ വരെ ചെലവാകും. അതും ഈ വാടകയിൽ നിന്ന് വേണം കൊടുക്കാൻ. പിന്നെ ടോള്, ഡീസല്, വഴിയിലുള്ള പോലീസുകാർ, RTO, ഇവർക്കെല്ലാം കൊടുത്തിട്ട് അവിടെ എത്തിയാലോ വണ്ടി തന്നെ വെച്ചിട്ട് കച്ചവടം നടത്തും. ചിലപ്പോൾ വണ്ടി 2 ദിവസമൊക്കെ നിർത്തി കൊടുക്കേണ്ടി വരും. അതിന് എക്സ്ട്രാ ഒന്നും കിട്ടൂല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഡ്രൈവറിന്റെ ശമ്പളവും കൊടുത്തിട്ട് വണ്ടിക്ക് മിച്ചം കിട്ടണതോ ചെറിയൊരു പൈസ. ഇതൊന്നും ആ നാറി എന്നെ കൊണ്ട് പറഞ്ഞിട്ടില്ലടാ.